ഹലോ, വെൽക്കം ടു ഫാൻഡം ഡൈലി. ഇന്ന് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ടേക്കിംഗ് എ സെൽഫി. ക്ലിക്ക്, പോസ്റ്റ് ആൻഡ് ഡൺ. സോ ഫാസ്റ്റ് ആൻഡ് സോ സിമ്പിൾ അല്ലേ? ബട്ട് ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? സെൽഫി ഒരിക്കലും മൊബൈൽ ഉണ്ടായപ്പോൾ ഒന്നുമല്ല തുടങ്ങിയത്. ഇറ്റ് ഡേറ്റ്സ് ബാക്ക് ടു early ഡേയ്സ് ഓഫ് ഫോട്ടോഗ്രാഫി ഓർ ഈവൻ മോർ. 21ാം നൂറ്റാണ്ടിന് മുന്നേ തന്നെ സെൽഫ് പോർട്രേറ്റ്സ് ഉണ്ടായിരുന്നു. ഇൻ 1839 ഫോട്ടോഗ്രാഫിയൊക്കെ ഒരു തരംഗം ആവുന്നതിന് മുന്നേ ഒരു അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ഇൻ ഫിലാഡൽഫിയ took a picture of himself. അന്ന് ഡെഗ്യുറോടൈപ്പ് എന്നൊരു പ്രോസസ്സിൽ നിന്നായിരുന്നു ഫോട്ടോ എടുത്തിരുന്നത്. ഒരു ഫോട്ടോ എടുക്കണ മിനിറ്റുകൾ എടുക്കുമായിരുന്നു. ആശാൻ ക്യാമറ സെറ്റ് ചെയ്ത് ഫ്രെയിമിൽ ഓടിക്കേറി കുറച്ചു നേരം സ്റ്റില്ലായി നിന്നു. എന്നിട്ടാണ് ഒരു ഫോട്ടോ എടുത്തത്. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫസ്റ്റ് ക്ലിയർ ഫോട്ടോ ഓഫ് എ പേഴ്സൺ, എ സെൽഫ് പോർട്രേറ്റ്. ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന മുന്നേ തന്നെ പീപ്പിൾ വെയർ പെയിന്റിങ് ദംസെൽഫ്. സോ ആക്ച്വലി ഒരു ടെക്നിക്കലിനേക്കാളും ആർട്ടിസ്റ്റിക്കലി ആയിട്ടുള്ള ഒരു ഇമ്പൾസ് ആയിരുന്നു ഇത്. പീപ്പിൾ വെയർ ട്രൈങ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് മിറർ സെൽഫീസ്. ഇത് സെൽഫിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ഒരു മിററിൽ എടുത്ത ഫോട്ടോയാണ്. ദ ക്യാമറ വാസ് കൊടക് ബ്രൗണി ബോക്സ്. നമ്മുടെ കൈ കൊണ്ട് വേറെ ആരുടെയും സഹായമില്ലാതെ എടുക്കുന്ന ഫോട്ടോനെ സെൽഫി എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ 1909 ജോസഫ് ക്ലെയ്റ്റൺ ടുക്ക് എ പിക്ചർ വിത്ത് ക്യാമറ ബാക്ക്വേർഡ്സ്. പുള്ളി നേരെ ക്യാമറ തിരിച്ചു വെച്ചിട്ട് ബാക്കിലെ ക്യാമറ വെച്ചിട്ട് സെൽഫി എടുത്തു. ഈ പുള്ളി തന്നെ 1920 ഒരു ഗ്രൂപ്പ് സെൽഫി എടുത്തു. അത് താഴെ കാണിച്ചിട്ടുണ്ട്. ഇതേ സമയം ചെറുപ്പക്കാരിൽ ഇത് ഫേമസ് ആകാൻ തുടങ്ങിയിരുന്നു. ഇൻ 1913 13 വയസ്സുള്ള അനസ്തേഷ്യ നിക്ലാവന ടുക്ക് എ മിറർ സെൽഫി. ഇത് കാണിക്കുന്ന ഫോട്ടോഗ്രാഫി വാസ് ബിക്കമിങ് എ പേഴ്സണൽ തിങ്, ടേക്കിംഗ് ഇറ്റ് ഔട്ട് ഫ്രം ദ ഫോമൽ എൻവയൺമെന്റ് ടു എവറിഡേ ലൈഫ്. താങ്ക്സ് ടു കൊടക് ബ്രൗണി, എ ക്യാമറ ക്രെഡിറ്റഡ് ടു മേക്കിംഗ് ഫോട്ടോഗ്രാഫി സിമ്പിൾ ഇനഫ് ഫോർ നോൺ പ്രൊഫഷണൽസ്. In 1995, Casio QV10 camera was released. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അതിൽ LCD സ്ക്രീൻ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫ്രെയിമിൽ കാണാൻ പറ്റുമായിരുന്നു. സോ മോഡേൺ സെൽഫിയിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് ഇതിനെ കൂട്ടാം. ആൻഡ് ക്യൂസെറ BP210 ആണ് ഫസ്റ്റ് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ ബിൽറ്റ് ഇൻ ആയിട്ട് വന്ന ഫോൺ. അതിന്റെ പിക്സൽ വാസ് 110,000 പിക്സൽസ്. ബട്ട് അത് ശരിക്കും സെൽഫി എടുക്കാൻ വേണ്ടി ഒന്നും അല്ലായിരുന്നു. മേജർ യൂസ് കേസ് വീഡിയോ കോളിന് വേണ്ടിയായിരുന്നു. അത് പിന്നെ വെസ്റ്റിലൊക്കെ പോപ്പുലറായി. സോണി എറിക്സൺ, മോട്ടറോള ഒക്കെ അത് അഡോപ്റ്റ് ചെയ്തു. അപ്പോഴും വീഡിയോ കോൾ തന്നെയായിരുന്നു മെയിൻ യൂസ് കേസ്. ആൻഡ് ടെക് വാസ് ഗെറ്റിംഗ് മോർ പോപ്പുലർ. ആൻഡ് ഇൻ 2007 and then on 2007 Steve Jobs came on to the stage and introduces iPhone. ആദ്യത്തെ ഐഫോണിൽ ഫ്രണ്ട് ക്യാമറ ഇല്ലായിരുന്നു. ബട്ട് ഇറ്റ് ഹാഡ് എ കോൺസ്റ്റന്റ് കണക്ഷൻ ടു നെറ്റ്വർക്ക് ആൻഡ് എ ഡീസൻറ്റ് ക്യാമറ. പെട്ടെന്ന് നമ്മുടെ പോക്കറ്റിൽ ക്യാമറ ആൻഡ് വി വെയർ ഓൾവേസ് കണക്റ്റഡ്. ഇത് ഫോട്ടോ എടുക്കുന്നതും ഷെയർ ചെയ്യുന്നതും സിമ്പിൾ ആക്കി. ദ പ്രോസസ് ഓഫ് ഡോക്യുമെന്റിങ് ഓർ ക്യാപ്ചറിങ് ലൈഫ് എക്സ്പീരിയൻസ് വെയർ അറ്റ് ദ ഫിംഗർ ടിപ്സ്. അങ്ങനെ കൾച്ചർ വാസ് ഷിഫ്റ്റിംഗ്. ആൻഡ് ഇൻ 2010 ഐഫോൺ 4 വാസ് റിലീസ്ഡ് ആൻഡ് ഇറ്റ് ഹാഡ് ഫ്രണ്ട് ക്യാമറ. അത് ശരിക്കും ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ആൻഡ് ദ ബൂമിങ് അപ്പ് ഓഫ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, ഇതൊക്കെ ഫുൾ പിക്ചർ ഷെയർ ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം ആയിരുന്നു. അതുകൊണ്ട് ഫോട്ടോ ഷെയർ ചെയ്യുന്നത് സ്കൈ റോക്കറ്റായി. ആൻഡ് സോ ടുഡേ ഓരോ ആൾക്കാരും എത്രയോ സെൽഫി എടുക്കുന്നത്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു സെൽഫി നിർബന്ധം. ആൻഡ് വേർ ഡസ് ദ വേർഡ് സെൽഫി കെയിം ഫ്രം? 2002 ഒരാൾ സ്റ്റെയറിൽ നിന്ന് വീണ് കാലൊടിഞ്ഞോന്നറിയില്ല. അത് പുള്ളി ഉടനെ അത് ഒരു ഫോട്ടോ എടുത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ട് ടാഗും ചെയ്തു സെൽഫി എന്ന്. ആൻഡ് വലിയ കഥയൊന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. ആ പുള്ളി തന്നെയാണ് ആ ഫോട്ടോ എടുത്തിരുന്നത്. ആൻഡ് അങ്ങനെയാണ് പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ആൻഡ് ഇൻ 2030 ഓക്സ്ഫോർഡ് ഡിക്ഷണറി നെയിംഡ് സെൽഫി ആസ് ദ വേർഡ് ഓഫ് ദ ഇയർ ആൻഡ് ഇറ്റ് വാസ് ഒഫീഷ്യൽ. ദ ഹിസ്റ്ററി ഈസ് വെരി ഗുഡ്. റോബർട്ട് കോർണേലിയസ് മിനിറ്റുകൾ കൊണ്ട് ഫോട്ടോ എടുത്തിരുന്നത് ഇപ്പം പലരും മിനിറ്റുകളിൽ മൾട്ടിപ്പിൾ ഫോട്ടോസ് വരെ എടുക്കുന്നതായി. ടെക്നോളജിയുടെ ഒരു വളർച്ചയെ. ആൻഡ് സെൽഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സംതിങ് വെരി റാൻഡം ഓർ ഷാലോ. It stems from the latest version of human desire to see ourselves, capture ourselves, and share ourselves. Thank you for watching. Bye.